നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവനോടുള്ള പക തീർക്കാൻ ഏതൊക്കെ മാർഗമുണ്ടെന്നാ നോക്കുന്നത്. എന്റെ വിഷമം എന്താ ആരും മനസ്സിലാക്കാത്തത്? ഇതിപ്പോ ഞാൻ പെരുവഴിയിലായില്ലേ? നമ്മുടെ നാവും പ്രവൃത്തിയും ശരിയല്ലെങ്കിൽ വീട്ടുകാരല്ല നാട്ടുകാരും മൈൻഡ് ചെയ്യില്ല, അറിയോ? ഇവിടെ നീ തന്നെ ഓരോന്ന് സ്വയം വരുത്തി വെച്ചിരിക്കുന്നത്. ആ പഴയ ഞങ്ങളായിരുന്നെങ്കിലോ നിനക്ക് 2 കുപ്പി മദ്യം കൂടി വാങ്ങി തന്നിട്ട് നീ കിടന്നെടുത്ത് തന്നെ ഇട്ടിട്ട് പോന്നേനെ, അറിയോ? മനുഷ്യരാകുമ്പോ പലപ്പോഴും പല സ്വഭാവം കാണിക്കും. വാശിയുടെയും വൈരാഗ്യത്തിന്റെയും പുറത്ത് പല വേണ്ടാദിനങ്ങളിലും ചെന്ന് വീണെന്നിരിക്കും. ഒന്ന് കാലിടറി വീണാലോ അവിടെ തീരാവുന്നേ ഉള്ളൂ എല്ലാം. അല്ലെങ്കിൽ തന്നെ നീ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. നിന്നെ പോലെ ഭാഗ്യം ലഭിച്ച ആരാ ഇപ്പൊ ആ വീട്ടിലുള്ളത്? ഭാവന നിന്നെ പഠിപ്പിച്ച് ഇതുവരെ കൊണ്ടെത്തിച്ചില്ലേ? ഇപ്പൊ ഏത് നിമിഷവും നീ ഒരു പോലീസ് ഓഫീസറായി തീരുമെന്ന് നിനക്ക് തന്നെ നന്നായിട്ട് അറിയാം. പിന്നെ അരുന്ധതിയെ പോലൊരു പെണ്ണിനെ നിനക്കിനി ജീവിതത്തിൽ കിട്ടുമോ? കോടികൾ ഉണ്ടായിട്ടും അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നിന്നെ വിശ്വസിച്ച് ഒപ്പം വന്നില്ലേ? അതെന്താ നീ ചിന്തിക്കാത്തത്? എടാ, ഒരു ജീവിതം കെട്ടിപ്പൊക്കാനാണ് പാട്, അത് തകർക്കാൻ ആർക്കും പറ്റും. നീ ഞങ്ങളെ തന്നെ നോക്ക്. എന്തൊക്കെ വേണ്ടാദിനങ്ങളാ ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ആ പ്രവൃത്തിക്കെല്ലാം ഭാവന സ്നേഹം കൊണ്ടാ പകരം വീട്ടിയത്, അറിയോ? നിനക്കിനിയും ചിന്തിക്കാൻ സമയമുണ്ട് വെറുതെ. അരുന്ധതിയെ നീ തല്ലാനും കൊല്ലാനും പോയാ പിന്നെ നിന്നെ അവിടെ ആരെങ്കിലും വാഴിക്കോ? ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്കേ സമാധാനം കിട്ടാത്ത കാലവാ. അപ്പോഴാ ഭാര്യയുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ തല്ലാനും കൊല്ലാനും പോകുന്നത്. എടാ മോനെ, ജീവിതം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ അത് തിരിച്ചു കിട്ടാൻ പാടാ. താൻ തോന്നിയായ ഒരാളെ സഹായിക്കാനൊന്നും ഇന്നത്തെ കാലത്ത് ഒരാളും തയ്യാറാവില്ല, അറിയോ? അപ്പോഴത്തെ ദേഷ്യത്തിനെ വല്ലിച്ച ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചത്. നിനക്ക് ദേഷ്യം വരാനും മാത്രം അരുന്ധതി നിന്നോട് എന്താ ചെയ്തത്? അതും കൂടെ പറ. നീ ആഹാരം തട്ടിയെറിഞ്ഞപ്പം അവള് നിന്നെ ചോദ്യം ചെയ്തു എന്ന് നീ പറഞ്ഞു. അതിലെന്താ തെറ്റ്? അധ്വാനിക്കുന്നവർക്കേ അറിയൂ ആഹാരത്തിന്റെ വില. അതാദ്യം നീ മനസ്സിലാക്ക്. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ഭാര്യയുടെയും മറ്റുള്ളവരുടെയും പുറത്തല്ല. എടാ, നീ കേട്ടിട്ടുണ്ടോ പുകഞ്ഞ കൊള്ളി പുറത്തൊന്ന്? അതൊക്കെ വെറുതെ ആരും പറയുന്നല്ല, 100% സത്യമാ. മുൻപൊക്കെ നീയോ മറ്റുള്ളവരോ വീട്ടിലേക്ക് എത്താൻ അല്പം താമസിച്ച ഗായത്രി ആദ്യം വിളിക്കുന്നത് തന്നെയായിരിക്കും. പക്ഷെ ഇപ്പോഴോ? ഇന്നലെ നീ നിന്റെ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഇത്രയും നേരമായിട്ടും നിന്നെ ആരെങ്കിലും തിരക്കോ? ഇല്ലല്ലോ. അതാണ് പറയുന്നത് പുകഞ്ഞ കൊള്ളി പുറത്തൊന്ന്. എത്ര കണ്ണേ പൊന്നേന്ന് പറഞ്ഞ് നമ്മൾ വളർത്തിയാലും കയ്യിൽ നിന്നില്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തിന്? ദൈവത്തിന് പോലും ആ വ്യക്തിയെ രക്ഷിക്കാൻ പറ്റില്ല. ഇവിടെ തന്നെ അറിയാലോ പ്രതീഷിനെ പല്ലവിയും ഞങ്ങൾ എങ്ങനെയാ വളർത്തിയത്. എന്നിട്ടിപ്പോ അവർക്ക് അവരുടെ കാര്യം മാത്രം മതിയെന്നായില്ലേ? ഇത്രേ ഉള്ളൂ ഞങ്ങൾ അച്ഛനമ്മമാരുടെ തലവിധി. ഭാവനയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ എന്ത് കാര്യത്തിനാ സൂര്യ ഇന്നലെ വഴിയിലിട്ട് ഉപദ്രവിച്ചത്? അവൻ നിന്റെ ആരാണെന്ന വിചാരം? രാവിലെ ഞാൻ സേതുവിനെ വിളിച്ച് നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാ സേതു കാര്യങ്ങൾ പറഞ്ഞത്. എടാ, സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് ആദ്യം പഠിക്ക്. സൂര്യയുടെ സ്ഥാനത്ത് മറ്റു വല്ലവരും ആയിരുന്നെങ്കിലും അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ആദ്യം ഭാവനയെ വീട്ടിൽ കൊണ്ടാക്കും. അല്ലെങ്കിൽ ഓർമ്മ വെച്ച കാലം മുതൽ ഇവൻ സൂര്യ കാണുന്നതല്ലേ? അതുകൊണ്ടാ സൂര്യയുടെ വില എന്താന്ന് ഇവൻ അറിയാത്തത്. സോറി വല്യമ്മേ, തെറ്റ് മുഴുവൻ എന്റേതാ. അരുന്ധതിയെ കൂടി നഷ്ടപ്പെട്ടപ്പോ ഞാൻ എന്നെ തന്നെ മറന്നു. എല്ലാവരോടും എനിക്ക് ദേഷ്യായി. സത്യം പറഞ്ഞാ ആത്മഹത്യ ചെയ്താലെന്ന് വരെ ഞാൻ ആലോചിച്ചതാ. അയ്യോ മോനെ, ദേ നീ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കരുത്. അതിനുള്ള പ്രശ്നങ്ങളൊന്നും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. എല്ലാം ശരിയാവും. നീ ഒന്ന് സമാധാനപ്പെട്. നോക്ക്, അരുന്ധതിയോട് സംസാരിച്ചാൽ നിന്റെ പ്രശ്നങ്ങൾ തീരുമോ? തീരും വില്ലിച്ച. പക്ഷെ അവളോട് സംസാരിക്കാൻ
ആന്റിയും ബാമേച്ചിയും സമ്മതിക്കുന്നില്ല. ഭാമയല്ലല്ലോ നിന്റെ കാര്യം തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അവക്കാരാ അതിനുള്ള അധികാരം കൊടുത്തത്? ആന്റിയും ബാമേച്ചിയും ഇപ്പൊ ഒറ്റക്കെട്ട. ഓ അത് ശരി. തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു. എന്നാ ഭാമ അല്പം സൂക്ഷിക്കുന്നത് നല്ലതാ. അമ്പാലിക എന്ന തീക്കട്ട എപ്പോഴാ ജ്വലിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ജാനകി, ഞാൻ എന്തായാലും ഇവനെ കൊണ്ട് അമ്പാലികയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അരുന്ധതിയോട് ഇവനൊന്നും സംസാരിക്കട്ടെ. അതാ പാപ്പേട്ട നല്ലത്. ആ വരത്തെ, നീ ചായ കുടിച്ചിട്ടോ. ചായ കുടിക്ക. പോയിട്ടോ. വാടാ ഇങ്ങോട്ട്. അതെ, തൽക്കാലം നീ സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. ശരി വല്യച്ഛ. അമ്പാലികേ, അമ്പാലികേ. എന്താ വിജയപത്മ വേണ്ടത്? ഇവന് വേണ്ടി സംസാരിക്കാനാണെങ്കിൽ ഇവിടെ ആർക്കും താല്പര്യമില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റില്ലല്ലോ അമ്പാലിക. പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാ. ഞങ്ങൾക്കിവിടെ അല്പം സമാധാനം വേണം. അതിന് തടസ്സം നിൽക്കുന്ന ആരായാലും ഈ പടിക്ക് പുറത്താ സ്ഥാനം. കൊള്ളാം. ഇത് മറ്റാരെങ്കിലുമാണ് പറഞ്ഞിരുന്നെങ്കിൽ വിശ്വസിക്കാമായിരുന്നു. വല്യച്ഛനിപ്പോ എന്താ വേണ്ടേ? നീ മിണ്ടരുത്. നിനക്ക് ഞാൻ സംസാരിക്കാൻ സമയം തരാം, അപ്പൊ സംസാരിച്ചാ മതി. ഞാനിപ്പോ വന്നത് ഭരത്തിന് വേണ്ടി അമ്പാലികയോട് സംസാരിക്കാനാ. എന്തായാലും വിജയപത്മൻ ഏറ്റെടുത്തിരിക്കുന്ന ജോലി കൊള്ളാം. സ്വന്തമായിട്ടൊരു പണി കിട്ടിയപ്പോ ശരിക്കും പഠിച്ചല്ലേ? സന്തോഷം. അതെ, പഠിച്ചു. അനുഭവങ്ങളാണല്ലോ മനുഷ്യനെ മാറ്റുന്നത്. ഞാനിപ്പോ വന്നത് എന്റെ ഈ ചെക്കന് വേണ്ടിയാണെന്ന് അമ്പാലികയ്ക്ക് അറിയാലോ. അരുന്ധതിയും ഭരത്തും തമ്മിലുള്ള സൗഹൃദത്തെ അമ്പാലികയെ വിളിച്ചറിയിച്ച് വഷളാക്കിയത് ഞാനാ. അതുകൊണ്ടായിരിക്കാം ദൈവം ഇവരുടെ കാര്യത്തിനൊരു ഒത്തുതീർപ്പ് ശ്രമത്തിന് എന്നെ നിയോഗിച്ചത്. വന്നതും പോയതും ഒക്കെ പോട്ടെ, ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാൻ ഇവൻ തയ്യാറാ. പാവം പിള്ളേര് ജീവിച്ചു പൊയ്ക്കോട്ടെ. കൊള്ളാം, നല്ല ബുദ്ധി. എന്നാലേ ഇവിടെ തീരുമാനമെടുക്കുന്നത് ഞാൻ മാത്രമല്ല, അരുന്ധതിയും അവളുടെ അച്ഛനും കൂടിയാ. എന്ത് തീരുമാനം? പരസ്പരം സംസാരിച്ചാൽ തീരാത്ത എന്ത് പ്രശ്നമുള്ളത്? ഇവിടെ ഭരത്തും അരുന്ധതിയും തമ്മിലൊന്ന് സംസാരിക്കട്ടെ, അതല്ലേ നല്ലത്. ക്ഷമിക്കണം വിജയപത്മ. വിജയപത്മനോടൊപ്പം വന്നതുകൊണ്ടാ ഞാൻ അവനെ ആട്ടി ഇറക്കി വിടാത്തത്. ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് എത്ര ക്രൂരമായിട്ടാ അരുന്ധതി അവൻ മർദ്ദിച്ചെന്നറിയോ? ബാമയോട് ചോദിച്ചു നോക്ക്. ആയിരിക്കാം. അതുകൊണ്ടാണ് ചെയ്ത തെറ്റിന് ഇവൻ മാപ്പ് പറയാൻ വന്നത്. വേണ്ട വല്യച്ഛ, ഇവനിപ്പോ മാപ്പ് പറഞ്ഞാലൊന്നും അവളുടെ മനസ്സലിയില്ല. അത്രമാത്രം ദേഹോപദ്രവ ഇവൻ അവളോട് ചെയ്തത്. ബാമേച്ചിയോട് വല്യച്ഛൻ സംസാരിച്ചോ? ഇല്ലല്ലോ. മര്യാദക്ക് നിക്കവിടെ. എന്നെ മര്യാദ പഠിപ്പിക്കാൻ നീ ആരടാ? അല്ലെങ്കിൽ തന്നെ ആരെയും കൊണ്ടാ നീ ഒത്തുതീർപ്പിന് വന്നേക്കുന്നെ? ഇത്രയും നാള് നമ്മുടെ നാശം കാണാൻ നടന്ന വല്യച്ഛനെയോ? അതെ, ഞാൻ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലൊന്ന് കാലിടറിയപ്പോ നിന്റെ ചേച്ചിയിൽ നിന്ന് ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാ ഞാനിപ്പോ ഇവനെയും കൊണ്ട് ഇവിടേക്ക് വന്നത്. ഇപ്പൊ നീ നിൽക്കുന്ന എവിടെയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിന്നെ ജീവനോടെ കത്തിക്കാനും കെട്ടിത്തൂക്കാനും പോയ വീട്ടിലാ. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ ഇനിയും നിനക്കിവിടെ പലതും നേരിടേണ്ടി വരും. അരുന്ധതി, ഇവിടെ നടന്നതൊക്കെ ഭരത് എന്നോട് പറഞ്ഞു. പക്ഷെ അതിന്റെ പിന്നിലും എന്തോ ഒരു ചതിയുണ്ട്. ഇല്ലെങ്കിൽ ഒരിക്കലും ആ മൈക്കൽ ഇവിടെ വരില്ല. ഒരു സംഭവം നടക്കുമ്പോ അതിന്റെ റൂട്ടും കൂടി ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാ. വിജയപത്മ, ഇവിടെ നടന്നത് എന്തിനെ കുറിച്ചായാലും അരുന്ധതിയോട് ഭരത് ചെയ്തത് 100% തെറ്റ് തന്നെയാ. അമ്പ ഭരത്തിനോട് പെരുമാറുന്ന പോലെയല്ല ഞാൻ പെരുമാറിയിട്ടുള്ളത്.
ഭാബിയുടെ സ്ഥാനത്താ ഞാൻ ഇവനെ കണ്ടത്. ആ എന്റെ മുന്നിലിട്ടാ അരുന്ധതി അവൻ തല്ലിയത്. സ്റ്റെപ്പിൽ നിന്ന് നിലത്ത് വീണപ്പോ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ?